നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. കോൺഗ്രസിനെ കേഡർ സംവിധാനത്തിലാക്കുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ വിലപേശൽ നടത്തിയിട്ടില്ല. 9.5 വയസ്സ് മുതൽ CPIM തന്നെ ലക്ഷ്യമിടുന്നുണ്ടെന്നും കെ സുധാകരൻ 24നോട് പറഞ്ഞു. കോൺഗ്രസിന് കേഡറാകുവാൻ സ്വാഭാവികമായ സാവകാശം വേണം എന്നാണ് കെ സുധാകരന്റെ വാദം. അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ ഒരു വിലപേശൽ നടത്തിയിട്ടില്ലെന്നും KPCC പ്രസിഡന്റ്. ഒരു സംഘടന, ഒരു പാർട്ടിയുടെ അകത്ത് ഒരു പാർട്ടി ഒരു തീരുമാനമെടുത്താൽ പറയുന്ന ദിവസം കൊണ്ട് തീർക്കണമെന്നൊന്നുമില്ല, തീർക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അതൊരു സംഘടനാ പ്രവർത്തന ശൈലിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്. അത് ഇപ്പോഴും പെൻഡിംഗ് ആണ്, അത് ഇപ്പോഴും തുടങ്ങാൻ പോകുന്നുണ്ട്. അത് ഞങ്ങൾ ചെയ്തോളൂ. കൊല്ലും കൊലയും എന്റെ ലക്ഷ്യമല്ലെന്നായിരുന്നു EP ജയരാജൻ വധശ്രമ കേസിൽ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിയോടുള്ള പ്രതികരണം. അവരുടെ ലക്ഷ്യം തന്നെ പിഴച്ചുപോയ ലക്ഷ്യങ്ങളാണ്. പിന്നെ അവരിൽ ആരെയാണ് ഇഷ്ടപ്പെടേണ്ടത്? പ്രവർത്തനത്തിൽ ഞാനോ നീയോ മുൻപിൽ എന്ന നിലയിൽ അവർ മത്സരിക്കുന്നുണ്ട്. P ജയരാജൻ ഒന്നിനെ കൊല്ലുമ്പോൾ 2 കൊല്ലാൻ നോക്കും EP ജയരാജൻ. EP ജയരാജൻ ഒന്നിനെ കൊല്ലുമ്പോൾ 2 കൊല്ലാൻ നോക്കും P ജയരാജൻ. അങ്ങനെയാണ് അവിടെ. അതുകൊണ്ട് അവരിൽ ആരും രാഷ്ട്രീയ പ്രവർത്തനത്തിന് കൊള്ളാവുന്ന സമചിത്തതയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരല്ല അവർ. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ തന്റേത് മികച്ച പ്രവർത്തനമാണെന്നും കെ സുധാകരൻ 24നോട് പറഞ്ഞു. 24 ഡൽഹി. ചത്ത മീനെറിഞ്ഞ് പ്രതിഷേധം. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ വൻ പ്രതിഷേധം. മത്സ്യകർഷകർ ഓഫീസിനുള്ളിലേക്ക് ചത്ത മീനുകൾ വലിച്ചെറിഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നഷ്ടം കണക്കാക്കി സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയറുടെ ഉറപ്പിന് പിന്നാലെ സമരം അവസാനിപ്പിച്ചു. ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിൽ ചർച്ചയ്ക്കെത്തിയ കോൺഗ്രസ് നേതാക്കളും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായി. പുറത്ത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും. മത്സ്യക്കുരുതിയുടെ യഥാർത്ഥ കാരണം പറയാതെ ഉദ്യോഗസ്ഥർ ഒളിച്ചു കളിക്കുന്നുവെന്നാണ് ആരോപണം. പിന്നെ ഇനി ഒരു തലമുറക്ക് ഇത് ബാധിക്കുന്ന വിഷയമല്ലേ? ഇവിടുത്തെ MLA എവിടെ, മന്ത്രി എവിടെ? വാർഡിൽ ഏറ്റവും കൂടുതൽ മത്സ്യ കൃഷിയെല്ലാം ഉള്ളതാണ്. എല്ലാവരും അതൊരു ഉപജീവന മാർഗമായിട്ട് ജീവിതത്തിലേക്ക് അവർക്കുള്ള ഒരു ഉപാധിയും കൂടിയായിട്ടാണ് ഇപ്പം മത്സ്യങ്ങളെ വളർത്തുന്നത്. ഉപജീവന മാർഗം, കുടിവെള്ളം എല്ലാം അതെ. സമുദ്രത്തെയാണ് ഈ നശിപ്പിച്ചേക്കണത്. നാളെ ഇതുപോലെ മനുഷ്യകുരുതിയാണ് ഇവിടെ നടക്കാൻ പോണത്. ഇതിനിടെ മറ്റു സംഘടനകളും പ്രതിഷേധവുമായി എത്തി. പെരിയാർ സംരക്ഷണ സമിതി പ്രവർത്തകർ എത്തിയത് ചത്ത മീനുകളുമായി. ആദ്യം ചക്കിൽ സൂക്ഷിച്ച മീനുകൾ ഓഫീസിന് മുന്നിൽ കൂട്ടിയിട്ട് പ്രതിഷേധം. പിന്നാലെ മീനുകൾ ഓരോന്നായി ഓഫീസിനുള്ളിലേക്ക് എറിഞ്ഞു. ചർച്ചയ്ക്കെത്തിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയർ ബാബുരാജിന്റെ വാഹനം പെരിയാർ സംരക്ഷണ സമിതി പ്രവർത്തകർ തടഞ്ഞു. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ജലവിഭവ വകുപ്പിനെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് പഴിചാരുന്നത്. മുന്നറിയിപ്പില്ലാതെ ബണ്ട് തുറന്നുവിട്ടതാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് ഉദ്യോഗസ്ഥർ സമരക്കാരോട് വിശദീകരിച്ചു. 4 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചെന്നും അത് സർക്കാരിനെ അറിയിക്കാമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എഞ്ചിനീയർ ഉറപ്പു നൽകിയെന്നും DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് അറിയിച്ചതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഈ ഭൂമിയിൽ മുഴുവൻ പൊല്യൂട്ടഡ് ആകുന്ന നിരവധിയായിട്ടുള്ള കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ശാസ്ത്രീയമായി അത് സംസ്കരിക്കാനുള്ള മാർഗങ്ങൾ കമ്പനികൾ തേടേണ്ടതാണ്. 5 ദിവസത്തിനകം തീരുമാനം നടപ്പാക്കിയില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭത്തിനിറങ്ങാനാണ് സമര സംഘടനകളുടെ തീരുമാനം. 24 കൊച്ചി. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ ജലവിഭവ വകുപ്പിനെ പഴിചാരി മലിനീകരണ നിയന്ത്രണ ബോർഡ്. മുന്നറിയിപ്പ് നൽകുന്നതിൽ ജലവിഭവ വകുപ്പ് വീഴ്ച വരുത്തി എന്നാണ് ആരോപണം. അലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കിയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ ഫിഷറീസ് ഡയറക്ടറോട് റിപ്പോർട്ട് തേടി. ഏതെങ്കിലും സ്ഥാപനത്തിന് വീഴ്ചയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് വ്യവസായ മന്ത്രി P രാജീവ് പറഞ്ഞു. കളക്ടറോട് പ്രത്യേകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. സാമ്പിൾ കുഫോസ് ലാബിൽ അവിടെ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണമായത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഓക്സിജന്റെ അളവ് കുറവാണോ, വേറെ ഏതെങ്കിലും മാലിന്യങ്ങളുടെ സാന്നിധ്യമാണോ? ഇത്തരം ഘട്ടങ്ങളിൽ ഷട്ടറുകൾ തുറക്കുമ്പോൾ സ്വീകരിക്കേണ്ട പ്രോട്ടോകോൾ അത് സ്വാഭാവികമായിട്ടും പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ തെറ്റായ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കർശനമായ നിലപാട് സ്വീകരിക്കും. സംസ്ഥാനത്തെ ചികിത്സാ പിഴവ് പരാതികളിൽ ഇടപെടലുമായി ആരോഗ്യവകുപ്പ്. രോഗികളോട് പെരുമാറുമ്പോൾ ഡോക്ടേഴ്സ് ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അവയവം മാറിയുള്ള ശസ്ത്രക്രിയയിൽ ഡോക്ടർക്കെതിരായ നടപടിയെക്കുറിച്ച് ചർച്ചയുണ്ടായില്ല. ചികിത്സാ പിഴവടക്കമുള്ള പരാതികളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിനോട് മന്ത്രി റിപ്പോർട്ട് തേടി.
നിരന്തരം ആവർത്തിക്കുന്ന ഗുരുതര ചികിത്സാ പിഴവുകളെ തുടർന്നാണ് കോഴിക്കോട്, ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ അധികാരികളെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ചുവരുത്തിയത്. 2 മെഡിക്കൽ കോളേജുകളിലെയും ഉദ്യോഗസ്ഥരെ മന്ത്രി പ്രത്യേകമായാണ് കണ്ടത്. ചികിത്സയിലും രോഗീ പരിചരണത്തിലും ഡോക്ടേഴ്സ് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കർശന നിർദ്ദേശം നൽകി. ആരോഗ്യ പ്രവർത്തകർ ഒരു ടീമായി പ്രവർത്തിക്കണം. ഡോക്ടേഴ്സിന്റെ സ്വകാര്യ പ്രാക്ടീസ് അനുവദിക്കില്ലെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മതിയായ ജീവനക്കാരില്ലെന്ന് ഉദ്യോഗസ്ഥർ മന്ത്രിയെ അറിയിച്ചു. കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. അവയവം മാറിയുള്ള ശസ്ത്രക്രിയയിൽ ഡോക്ടർക്കെതിരായ നടപടിയെക്കുറിച്ച് കൂടുതൽ ചർച്ചയുണ്ടായില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ടായ ചികിത്സാ പിഴവും സ്വകാര്യ പ്രാക്ടീസും അടക്കമുള്ള കാര്യങ്ങളിൽ DMO എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ചികിത്സാരേഖകളും മരുന്ന് കുറിപ്പടികളും ഡിജിറ്റലാക്കുമെന്നും മന്ത്രി യോഗത്തെ അറിയിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ നഴ്സിംഗ് പ്രവേശനത്തിനുള്ള പ്രതിസന്ധി അയഞ്ഞു. ഏകജാലക പ്രവേശന സംവിധാനവുമായി സഹകരിക്കുമെന്ന് സ്വകാര്യ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ സൂചന നൽകി. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ അനുകൂല നിലപാടാണ് ഉണ്ടായതെന്ന് അസോസിയേഷൻ പ്രതിനിധികൾ അറിയിച്ചു. 2017 മുതലുള്ള ഓരോ അപേക്ഷയ്ക്കും 18% GST നൽകണമെന്ന തീരുമാനം പിൻവലിച്ചാൽ ഏകജാലക പ്രവേശനത്തിന് തയ്യാറാണെന്ന നിലപാട് മാനേജ്മെന്റ് അസോസിയേഷൻ ഇന്നത്തെ ചർച്ചയിലും ആവർത്തിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് GST വേണ്ടെന്ന നിലപാടാണ് ആരോഗ്യവകുപ്പിനെന്ന് ചർച്ചയിൽ മന്ത്രി പറഞ്ഞു. GST കുടിശ്ശിക ഒഴിവാക്കണമെന്ന ആവശ്യത്തിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായി സംസാരിച്ച ശേഷം അന്തിമ നിലപാട് അറിയിക്കാമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞതായി അസോസിയേഷൻ പ്രതിനിധികൾ. GSTയെ സംബന്ധിച്ച് മന്ത്രിക്കും ആരോഗ്യവകുപ്പിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് GST കൊടുക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷേ GST ഒരു നിലപാടെടുത്തിരിക്കുന്നത് കൊണ്ട് ധനകാര്യമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ചർച്ച നടത്തിയിട്ട് ഉടനെ തന്നെ ഒരു തീരുമാനം അറിയിക്കാം എന്നാണ് മന്ത്രി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അസോസിയേഷൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ അനുകൂല നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. കഴിഞ്ഞ വർഷം അംഗീകാരമുണ്ടായിരുന്ന എല്ലാ കോളേജുകൾക്കും അഫിലിയേഷൻ നൽകാമെന്ന് ഉറപ്പു ലഭിച്ചു. 50% സീറ്റ് സർക്കാരിന് നൽകുമെന്ന വ്യവസ്ഥയിൽ മാറ്റമില്ല. ബോണ്ട് നൽകിയാലേ അഫിലിയേഷൻ അനുവദിക്കൂ എന്ന വ്യവസ്ഥ ആരോഗ്യ സർവകലാശാല പിൻവലിക്കാനും യോഗത്തിൽ തീരുമാനമായി. വെള്ളിയാഴ്ചത്തെ നഴ്സിംഗ് കൗൺസിൽ യോഗത്തിനു ശേഷം 28 നഴ്സിംഗ് മാനേജ്മെന്റ് അസോസിയേഷൻ യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. അതേസമയം സ്വന്തം നിലയ്ക്ക് പ്രവേശനം നടത്തുന്ന മാനേജ്മെന്റുകൾ തലവരിപ്പണം വാങ്ങിയെന്ന പരാതി കിട്ടിയാൽ കർശന നടപടിയെടുക്കുമെന്ന് ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് IAS തലപ്പത്ത് അഴിച്ചുപണി. രാജൻ ഖൊബ്രഗഡെ ആരോഗ്യവകുപ്പിൽ മടങ്ങിയെത്തും. ബിജു പ്രഭാകർ KSEB ചെയർമാനാകും. K വാസുകിക്ക് നോർക്കയുടെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, ഏത് തരത്തിലാണ് മാറ്റങ്ങൾ? സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അഴിച്ചുപണിയാണ് ഇപ്പോൾ IAS തലപ്പത്ത് ഉണ്ടായിരിക്കുന്നത്. രാജൻ ഖൊബ്രഗഡെ, അതായത് KSEB ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജൻ ഖൊബ്രഗഡയെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചിട്ടുള്ളത്. ഈ അടിക്കടി ആരോഗ്യവകുപ്പിൽ പ്രത്യേകിച്ച് ആശുപത്രികളിൽ ഉണ്ടാകുന്ന വീഴ്ചയെ സംബന്ധിച്ച വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മാത്രവുമല്ല, പരിചയസമ്പന്നനായ ഒരാളെ ആരോഗ്യവകുപ്പിന്റെ ചുമതലയിലേക്ക് തലപ്പത്തേക്ക് എത്തിക്കണമെന്നും നേരത്തെ തന്നെ ആവശ്യം ഉയർന്നിരുന്നു. കോവിഡ് നിപ്പ കാലത്ത് ആരോഗ്യവകുപ്പിനെ നയിച്ച് പരിചയമുള്ളയാളാണ് രാജൻ ഖൊബ്രഗഡെ. ആ രാജൻ ഖൊബ്രഗഡെ ആരോഗ്യവകുപ്പിന്റെ ചുമതലയിലേക്ക് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അതേസമയം ആരോഗ്യവകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മുഹമ്മദ് ഹനീഷിനെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി മാറ്റി നിയമിച്ചു. നേരത്തെ ഈ KSEB ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജൻ ഖൊബ്രഗഡെ മാറിയതോടുകൂടി ബിജു പ്രഭാകറിനെ KSEB ചെയർമാൻ സ്ഥാനത്തേക്കും മാറ്റിയിട്ടുണ്ട്. ഈ രാജൻ ഖൊബ്രഗഡെ വൈദ്യുതി വകുപ്പിൽ രാജൻ ഖൊബ്രഗഡെ വകുപ്പ് മന്ത്രി തമ്മിലുള്ള പരിഭവം അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ വാർത്തയായി പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വളരെ സേഫ് ആയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. K വാസുവിക്ക് നോർക്കയുടെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട്. പ്രവിധ, IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ പുലി ചത്തു. രാവിലെ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ ഉച്ചയോടെയാണ് വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയത്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ഇന്ന് പുലർച്ചെയാണ് പ്രദേശവാസികൾ കമ്പിവേലിയിൽ കുരുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തുന്നത്. ഉടനെ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും ഏതാണ്ട് 6 മണിക്കൂറിലധികം സമയമെടുത്തു പുലിയെ കമ്പിവേലിയിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ. മാസങ്ങളായി വാഴപ്പുഴ മേഖലയിൽ ആശങ്ക വിതയ്ക്കുന്ന പുലിയാണ് തെങ്ങിൻതോപ്പിലെ കമ്പിവേലിയിൽ കുരുങ്ങിയത്. പലതവണ സ്വയം കുരുക്കഴിച്ച് രക്ഷപ്പെടാൻ പുലി ശ്രമം നടത്തി. അടുത്തേക്കെത്തുന്ന വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുക്കാൻ ശ്രമം. മണിക്കൂറുകളെടുത്തു 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുലിയെ കൂട്ടിലാക്കാൻ. പുറമേ പരിക്കൊന്നുമില്ലെങ്കിലും ആന്തരിക പരിക്കുകൾക്ക് സാധ്യതയുണ്ടെന്ന് വെറ്ററിനറി സർജൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതൊരു അപ്രോക്സിമേറ്റ്ലി
3 to 4 year old ഫീമെയിൽ ലെപ്പർഡാണ്. എക്സ്റ്റേണൽ ഇഞ്ചുറീസ് കാണുന്നില്ല, പക്ഷേ സ്നെയറിൽ കടന്നിട്ടുള്ളത് കൊണ്ട് ഇൻറ്റേർണൽ ഇഞ്ചുറീസ് ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഒബ്സർവേഷനിൽ വെക്കും. ഒബ്സർവേഷനിൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ വൈൽഡിൽ തന്നെ ബാക്ക് ടു വൈൽഡ് റിലീസ് ചെയ്യും. വാഴപ്പുഴയിൽ തന്നെ നിരീക്ഷണത്തിലിരിക്കെയാണ് പുലി ചത്തത്. പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകൂ. 24 പാലക്കാട്. കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് CPIM നിർമ്മിച്ച രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടനം അല്പസമയത്തിനകം. പാനൂർ തെക്കുമുറിയിലാണ് സ്മാരകം. CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനെയാണ് ഉദ്ഘാടകനായി നിശ്ചയിച്ചിട്ടുള്ളത്. ദാരിദ്ര്യം ചൂഷണം ചെയ്ത് അവയവ മാഫിയ. ദാരിദ്ര്യം ചൂഷണം ചെയ്ത അവയവക്കടത്ത് സംഘം. തൃശൂർ മുല്ലശ്ശേരിയിൽ നിരവധി പേർ നിർബന്ധിത അവയവദാനത്തിന് വിധേയരായെന്ന് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CA ബാബു. അവയവദാനം സംബന്ധിച്ച് നിർണായക വെളിപ്പെടുത്തലുമായി ഇരയായ വീട്ടമ്മയും രംഗത്തെത്തി. പരാതി നൽകിയിട്ടും കാര്യക്ഷമമായ അന്വേഷണം നടന്നില്ലെന്നും ആരോപണമുണ്ട്. ഞങ്ങളന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ വേറെ കുറേ ജന്മിമാരുണ്ടായിരുന്നു. അത് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിരുന്നു. അവരോടൊക്കെ അവരെക്കാൾ അധികം കാശ് തരാന്നൊക്കെ പറഞ്ഞതൊക്കെ കണ്ടിരുന്നു. അപ്പം ഇത് അങ്ങനത്തെ ഒരു കാര്യം അവിടെ നടക്കുന്നത് തന്നെ. ഞാനിപ്പോൾ ഇത് കൊടുക്കാൻ നിന്നപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. ഈ കാണുന്ന വീട്ടമ്മയടക്കം തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരി പഞ്ചായത്തിൽ 2 വാർഡുകളിലായി 7 പേരാണ് അവയവ കച്ചവടത്തിന് ഇരയായത്. 5 പേരുടെ വൃക്കയും 2 പേരുടെ കരളുമാണ് വിൽപ്പന നടത്തിയതെന്ന് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CA ബാബു 24നോട് പറഞ്ഞു. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചുവെങ്കിലും കാര്യക്ഷമമായില്ല. കരൾ നൽകിയവർക്ക് 10 ലക്ഷം രൂപയും വൃക്ക നൽകിയവർക്ക് 5 ലക്ഷം രൂപയുമാണ് ലഭിച്ചത്. ഏജന്റുമാർ മുഖേന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളെ ബന്ധപ്പെട്ട് സ്ത്രീകളെ വലയിലാക്കുകയായിരുന്നു. ഇതിൽ നിന്നാണ് പുറമ്പോക്കിൽ താമസിക്കുന്ന ആൾക്കാർ, ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ആൾക്കാർ, വാടകയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, അവരെയാണ് ഇവർ കണ്ടെത്തിയിട്ട് അതിന് കണ്ടെത്താൻ തന്നെ സ്ത്രീകളായിട്ടുള്ള ഇടനിലക്കാർ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് CA ബാബു അവയവ കച്ചവടം സംബന്ധിച്ച് പരാതി നൽകിയത്. മുല്ലശ്ശേരി പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ വിവിധയിടങ്ങളിൽ അവയവ മാഫിയ പിടിമുറുക്കിയിട്ടുണ്ടെന്ന സംശയമാണ് പരാതിക്കാരൻ പങ്കുവയ്ക്കുന്നത്. 24 തൃശൂർ. ഇറാനിൽ ആളുകളെ എത്തിച്ച് അവയവ വ്യാപാരം നടത്തുന്ന സംഘത്തിലെ പ്രധാനിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചു. ഹൈദരാബാദിലെ ഡോക്ടറാണ് പ്രധാന ഏജന്റെന്ന് അറസ്റ്റിലായ സാബിത്ത് നാസർ മൊഴി നൽകി. സാബിത്തിനെ കോടതി 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായ തൃശൂർ സ്വദേശി സബിത്ത് നൽകിയ വിവരങ്ങളിൽ നിന്ന് ഹൈദരാബാദിലുള്ള ഒരു ഡോക്ടറാണ് ഇന്ത്യയിലെ അവയവക്കടത്ത് സംഘത്തിലെ പ്രധാനിയെന്ന് വ്യക്തമായിട്ടുണ്ട്. എന്നാൽ ഇയാളെ നേരിട്ട് കണ്ടിട്ടില്ലെന്നാണ് സബിത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. സബിത്തിന്റെ കൈവശം 4 പാസ്പോർട്ടുകൾ കണ്ടെത്തി. തൃശൂർ വിലാസത്തിൽ ഇയാൾക്ക് 1-ലേറെ ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. സബിത്ത് സുഹൃത്തുക്കൾ വഴിയാണ് പണമിടപാട് നടത്തിയതെന്നും പോലീസിന് വിവരം ലഭിച്ചു. 24 കൊച്ചി. കേരളം ഉൾപ്പെടെ 4 തെക്കൻ സംസ്ഥാനങ്ങൾ സംയുക്തമായി നടത്തുന്ന കാട്ടാന കണക്കെടുപ്പ് നാളെ തുടങ്ങും. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് ഒരേ സമയം കണക്കെടുപ്പ് നടക്കുക. കേരളത്തിൽ 4 ആനസങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ്. ആനമുടി ആനസങ്കേതത്തിൽ 197 ബ്ലോക്കുകളും നിലമ്പൂരിൽ 118, പെരിയാറിൽ 206, വയനാട്ടിൽ 89 ബ്ലോക്കുകൾ വീതമാണ് ഉള്ളത്. ജൂൺ 23-ന് കരട് റിപ്പോർട്ടും ജൂലൈ 9-ന് അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കും. എൽദോസ് കുന്നപ്പള്ളിയിൽ MLAക്കെതിരായ ബലാത്സംഗ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. വധശ്രമം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. എൽദോസിനെ കൂടാതെ 2 സുഹൃത്തുക്കൾ കൂടി കേസിൽ പ്രതികളായിട്ടുണ്ട്. പരാതിക്കാരിയായ യുവതിയെ 1-ലേറെ തവണ എൽദോസ് കുന്നപ്പള്ളി ബലാത്സംഗം ചെയ്തെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. അടിമലത്തുറയിലെ റിസോർട്ടിലും തൃക്കാക്കരയിലെയും കുന്നത്തുനാട്ടിലെയും വീടുകളിലും എത്തിച്ച് ബലാത്സംഗം ചെയ്തു. കോവളത്ത് വെച്ച് യുവതിയെ തള്ളിയിട്ട് കൊല്ലാനും ശ്രമിച്ചെന്ന് നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ട്. 2023 സെപ്റ്റംബർ മാസത്തിലാണ് എൽദോസ് കുന്നപ്പള്ളി MLAക്കെതിരെ തിരുവനന്തപുരം സ്വദേശിയായ യുവതി പരാതി നൽകിയത്. വീട്ടിൽ മദ്യപിച്ചെത്തി തന്നെ ഉപദ്രവിച്ചുവെന്നും കാറിൽ ബലമായി കയറ്റിക്കൊണ്ടുപോയി ഉപദ്രവിച്ചെന്നുമായിരുന്നു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവതി നൽകിയ പരാതി. 24 തിരുവനന്തപുരം. കൊച്ചി ഇൻഫോ പാർക്കിൽ ശക്തമായ വെള്ളക്കെട്ട്. വാഹനങ്ങൾ വെള്ളത്തിനടിയിലായി. കാലടി, മലയാറ്റൂർ റോഡിലെ കടകളിൽ വെള്ളം കയറി. കോഴിക്കോട്ടെ മലയോര മേഖലയിലും ഇടുക്കിയിലും കോട്ടയത്തും ശക്തമായ മഴ തുടരുകയാണ്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, എന്താണ് നിലവിൽ ഇൻഫോ പാർക്കിലെ സാഹചര്യം?
അശ്വിൻ, കേൾക്കാമോ? ഒരു മണിക്കൂറായാണ് കൊച്ചിയിൽ അതിശക്തമായ മഴ പെയ്തു തുടങ്ങിയത്. അത് പല മേഖലകളിലും കനത്ത വെള്ളക്കെട്ടിലേക്ക് നീങ്ങുന്ന സാഹചര്യം. പ്രവിധ, കഴിഞ്ഞ ഒരു മണിക്കൂറായി കൊച്ചിയിൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പല മേഖലകളിലും കടുത്ത വെള്ളക്കെട്ടിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഇൻഫോ പാർക്ക് ഫേസ് 1-ലാണ്. ഇവിടെയാണ് കനത്ത വെള്ളക്കെട്ടിൽ ഇരുചക്ര വാഹനങ്ങളടക്കം ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് 5 മണിയോടുകൂടി പെയ്ത മഴ അത് പിന്നീട് 6 മണിയായപ്പോഴത്തേക്കും ഒരു 5:45 ആയ സമയത്താണ് വലിയ ശക്തി പ്രാപിച്ചത്. അത് ഈ വെള്ളക്കെട്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അതിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്കാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കഴിഞ്ഞ 1.5 മണിക്കൂറായി ഇൻഫോ പാർക്കിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഇതാണ് അവസ്ഥ. ആർക്കും പുറത്തേക്ക് വേഗത്തിൽ വാഹനം പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇപ്പോഴാണ് കുറച്ചെങ്കിലും വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനപ്പുറം കലൂര്, പാലാരിവട്ടം, ഇടപ്പള്ളി മേഖലകളിൽ ആ വിവരങ്ങൾ നമുക്ക് ശ്രീകാന്തിനോട് ചോദിച്ചറിയാം. കൊച്ചി നഗരത്തിൽ കനത്ത മഴയാണ്. ഇടപ്പള്ളിയിലും വെള്ളക്കെട്ടും ഗതാഗത കുരുക്കുമുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, കഴിഞ്ഞ ദിവസത്തെ മഴയിലെല്ലാം കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് അത്ര അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മഴയ്ക്ക് പക്ഷേ അങ്ങനെയല്ല, വലിയ വെള്ളക്കെട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? ഏതാണ്ട് 1.5 മണിക്കൂറായി കൊച്ചി നഗരത്തിൽ മഴ നിർത്താതെ പെയ്യുകയാണ്. ഇതുവരെയും മഴയ്ക്ക് ശമനമുണ്ടായിട്ടില്ല. ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇടപ്പള്ളിയിലേതാണ്. പ്രധാനപ്പെട്ട പാതയാണ്. ഇടപ്പള്ളിയിലെ നഗരത്തിലെ പ്രധാനപ്പെട്ട മേഖലയായ ഇടപ്പള്ളിയിലെ പാതയിലാണ് കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഈ റോഡ് പണി നടക്കുന്നുണ്ട്. ഈ NH-ന്റെ പണി നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ വെള്ളം ഒഴുകി പോകുന്നതിനൊക്കെ തന്നെ വലിയ തടസ്സമുണ്ട്. ആ തടസ്സം കൂടി ഇവിടുത്തെ ഈ വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വലിയ നീണ്ട നിര, ഈ വാഹനങ്ങളുടെ നീണ്ട നിര ഇടപ്പള്ളിയിൽ കാണാൻ സാധിക്കും. ഈ വെള്ളം ഇനിയും മഴ കൂടുന്നതിനനുസരിച്ച് വെള്ളക്കെട്ട് കൂടുകയാണ്. ഒഴുകിപ്പോകുന്നതിന് സ്ഥലമില്ലാത്ത സാഹചര്യമുണ്ട്. തൊട്ടടുത്തുള്ള കടകളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നഗരത്തിന്റെ പല മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം സ്വാഭാവിക നിലയിൽ കയറുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം, ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അത് ഫലം കണ്ടു എന്ന് പറയാൻ സാധിക്കുന്ന MG റോഡിൽ നിലവിൽ വലിയ വെള്ളക്കെട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. ബാക്കി മറ്റിടങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, വാഹനങ്ങൾ പോകുമ്പോൾ ഈ എത്രത്തോളം വെള്ളക്കെട്ട് ഇടപ്പള്ളിയിൽ, നഗരത്തിലെ പ്രധാന കേന്ദ്രമായ ഇടപ്പള്ളിയിൽ രൂക്ഷമാണ് എന്ന് കാണാൻ സാധിക്കും. വരിവരിയായി കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടുന്നുണ്ട്. സന്ധ്യസമയമാണ്, ജോലിയൊക്കെ കഴിഞ്ഞ ആളുകൾ പോകുന്ന സമയമാണ്. അവിടെയാണ് ഈ വെള്ളക്കെട്ട് ഇത്രയധികം രൂക്ഷമായി തുടരുന്നത്. ഈ വെള്ളം എന്തായാലും ഒഴുക്കിവിടാനുള്ള സൗകര്യങ്ങൾ ഇടപ്പള്ളിയിൽ ഇല്ല. ഈ റോഡ് പണി കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ നഗരത്തിൽ മറ്റ് പലയിടങ്ങളിലും സമാനമായ അവസ്ഥയുണ്ട്, താഴ്ന്ന മേഖലകളിലൊക്കെ. പ്രവിധ, ശരി. കൊച്ചി നഗരത്തിൽ കനത്ത മഴയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വെള്ളക്കെട്ടാണ് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇൻഫോ പാർക്കിൽ ആദ്യമാണ് ഇത്രയധികം വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. എന്തായാലും ആളുകൾ ജാഗ്രത പാലിക്കുക. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. മുതിർന്ന മുശാവറ അംഗം ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വിക്ക് സമസ്ത കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. സമസ്ത നേതാക്കൾക്കും സുപ്രഭാതം പത്രത്തിനുമെതിരെയുള്ള പ്രസ്താവനയിലാണ് നടപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6ാം ഘട്ടത്തിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ BJPക്കും കോൺഗ്രസിനും മുന്നറിയിപ്പ് നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. താരപ്രചാരകരെ നിയന്ത്രിക്കണം എന്നാണ് പാർട്ടി അധ്യക്ഷന്മാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. തിരുവനന്തപുരം വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിലെ 3 പ്രതികൾക്കും വധശിക്ഷ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിക്ക് നേരെ ഭീകരാക്രമണ ഭീഷണിയെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ പിടിയിലായ IS ഭീകരർ കോഹ്ലിയെ ലക്ഷ്യമിട്ടിരുന്നു. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ IPLലെ ഇന്നത്തെ ബംഗളൂരു രാജസ്ഥാൻ മത്സരത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
ഇതോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.